നീ എന്തിനിറങ്ങിയാലും ദൈവവിചാരത്തോടെ ഇറങ്ങിക്കോ, നീ തോക്കത്തില്ലെന്ന്. അതാ ഈ വാക്ക്. യോനാ പ്രവാചകൻ മനസ്സിനകത്ത് കെട്ടുകണക്കിന് പ്രാർത്ഥനാ പുസ്തകം വെച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. ആ പ്രതിസന്ധിയിൽ ദൈവത്തെ ഒന്ന് ഓർത്തു. അതവനെ എത്തിച്ചത് ദൈവാനുഗ്രഹമുള്ള കരയിലാണ്. യോനാ പ്രവാചകൻ പ്രാർത്ഥിച്ചത് കടലിന്റെ അടിയിലെ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് പായലുകൾ എന്നെ വലഞ്ഞു, ജലപ്രവാഹം എന്നെ ചുറ്റി വരിഞ്ഞു, എനിക്കിനി ഒന്നും കാണാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം ഇരുട്ടില്ല, എൻ്റെ ഭാവി പോയി, എൻ്റെ പ്രതീക്ഷ പോയി. ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ബുദ്ധിയിൽ നിനക്ക് കയറാൻ പറ്റില്ലായിരിക്കാം. ഈ അടിത്തട്ടിൽ നിന്ന് സ്വന്തം ശക്തി കൊണ്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ലായിരിക്കാം. ഈ അടിത്തട്ടിൽ കിടന്ന് ഒരു പടി നിനക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അടിത്തട്ടിൽ കിടന്ന് ദൈവത്തെ ഒന്ന് ഓർക്കാൻ പറ്റൂലേ? ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയില്ലേ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയില്ലേ? അത് മതി. ഏത് അടിത്തട്ടിൽ നിന്നും